ലോകമെമ്പാടുമുള്ള തൊഴിലാളികളിൽ 75% പേരും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ AI ഉപയോഗിക്കുന്നവരാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം നമ്മുടെ ജോലിയുടെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി, എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾക്ക് വേണ്ടി AI ഉപയോഗിക്കുന്നവരുണ്ടാകും. ഇനി ഭൂരിഭാഗം ജോലിയും AI ഉപയോഗിച്ച് ചെയ്യുന്നവർ അങ്ങനെയുണ്ടാകും. ഒരുപാട് ഉപകാരങ്ങൾ AI ഉപയോഗിച്ച്, ടൂളുകൾ ഉപയോഗിച്ച് നമ്മുടെയൊക്കെ തൊഴിലിടങ്ങളിൽ നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ തൊഴിലിടങ്ങളിൽ ലാഭത്തിന് വേണ്ടി സഹായം തേടിയ ഒരു മാധ്യമ പ്രവർത്തകനെ പറ്റിയ അമളിയാണ് നമ്മൾ നോക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും പഴക്കമുള്ള വളരെ ക്രെഡിബിളായ ഓൾഡസ്റ്റ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് ഡൗൺ. മുഹമ്മദ് അലി ജിന്ന ആരംഭിച്ച 1941 ആരംഭിച്ച പത്രമാണ്. അത്രയും ക്രെഡിബിളാണെന്ന് അവകാശപ്പെടുന്ന വളരെയധികം സ്വീകാര്യതയുള്ള ദിനപത്രമാണ് ഡൗൺ. അവിടെയുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് ന്യൂസ് എഴുതാൻ വേണ്ടി ChatGPTയുടെ സഹായം തേടിയത്. പക്ഷേ ജേർണലിസ്റ്റിനൊരു അമളി പറ്റി. പിറ്റേന്ന് പത്രം വായിച്ച വായനക്കാർ ആ ന്യൂസ് സ്റ്റോറിയുടെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് കണ്ട് ഞെട്ടി. അതിലെഴുതിയത് ഇങ്ങനെയായിരുന്നു: ഇഫ് യു വാണ്ട്, ഐ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ആൻ ഇവൻ സ്നാപ്പിയർ ഫ്രണ്ട് പേജ് സ്റ്റൈൽ വേർഷൻ with punchy one-line stats and a bold infographic ready layout perfect for maximum reader impact. Do you want me to do that next? ഇത് വായിച്ച ആർക്കും മനസ്സിലാകും ChatGPTയുടെ പ്രോംപ്റ്റ് കൊടുത്ത് എഴുതിയതിൻ്റെ ആൻസറിൽ വന്ന അവസാനത്തെ കോപ്പി ആയിരിക്കും ഇത്. അത് അതേപടി ഡൗൺ എന്ന പത്രത്തിൽ അച്ചടിച്ച് വരികയാണ്. പത്രമെന്ന് പറയുന്നത് ആളുകൾ ക്രെഡിബിളായ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആണ് പത്രത്തിൽ വാർത്ത നോക്കുന്നത്. ChatGPT ഉപയോഗിച്ച്, AI ടൂൾ ഉപയോഗിച്ച് ആർക്കും എന്ത് ഇൻഫർമേഷനും നേടിയെടുക്കാൻ പറ്റുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ക്രെഡിബിലിറ്റിയാണ് അപ്പോഴും നമ്മൾ ചർച്ചയാക്കാറുള്ളത്. പത്രത്തിൽ വരുന്ന വാർത്തകളിൽ തന്നെ ChatGPT പ്രോംപ്റ്റിനനുസരിച്ചുള്ള ആൻസറുകളാണ് അച്ചടിച്ച് വരുന്നതെങ്കിൽ പിന്നെ പത്രമാധ്യമങ്ങൾ, ജേർണലിസം, എത്തിക്സ് ഓഫ് മീഡിയ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എന്ത് കാര്യം?